ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമുക്ക് ക്രിസ്മസിൻ്റെ പ്രിപ്പറേഷൻ കാണണ്ടേ? വൈനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഒരു 24 അവേഴ്സ് വൈനാണ് ഇടുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയ ബ്ലാക്ക് മുന്തിരി നന്നായിട്ട് ഉടച്ച് അത് അടുപ്പത്തേക്ക് വെക്കുകയാണ്. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അതിനകത്തേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കയൊക്കെ ഇട്ട് ഷുഗറും കൂടിയിട്ട് ഞാൻ നന്നായിട്ട് തിളപ്പിച്ചു. തിളപ്പിച്ച് അത് നല്ലപോലെ തിളപ്പിച്ച് അതിൻ്റെ കളറൊക്കെ മാറി വരണം കേട്ടോ. തിളപ്പിച്ചതിന് ശേഷം നമ്മളത് ആ കട്ടൊക്കെ കളയണം. പിന്നെ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമ്മളത് കുപ്പിയിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ. അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കട്ടൊക്കെ കളഞ്ഞ് മാറ്റി വെച്ച് ബാക്കിയുള്ളതൊക്കെ ഊറ്റിയെടുത്തതിന് ശേഷം നമ്മൾ കുപ്പിയിലേക്ക് ഒഴിച്ച് ഈസ്റ്റും കൂടെ ചേർത്ത് 24 അവേഴ്സത്തേക്ക് മാറ്റി വെച്ചേക്കാണ്. വൈൻ നല്ല കറക്റ്റായിട്ട് വരും. ഞാൻ നാളെ കാണിച്ചു തരാവേ. ഇതൊക്കെ തലേദിവസത്തെ പ്രിപ്പറേഷനാണ്. അടുത്തത് ഞാൻ ബീഫിൻ്റെ കട്ട്ലറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. കുറച്ച് നെയ്യുള്ള പീസും കൂടി ഇട്ടിട്ടുണ്ട്. അത് ഞാൻ പിന്നെ മാറ്റും. അതിനകത്തൊരു ടേസ്റ്റ് പിടിക്കാൻ വേണ്ടി മാത്രം ഇട്ടുന്നുള്ളൂ. അപ്പോൾ ബീഫ് കുരുമുളകും ഉപ്പും ചേർത്ത് നല്ലപോലെ കുക്കറിൽ വേവിച്ചെടുക്കുകയാണ്. അതിന് ശേഷം വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ യൂസ് ചെയ്ത് സവാള ഇഞ്ചിയും കൂടെ നന്നായിട്ട് കൊത്തിയരിഞ്ഞ് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. ഉപ്പും കൂടെ ചേർത്തിട്ട് അത് അത്യാവശ്യം നല്ലപോലെ വഴന്ന് വന്നിട്ട് ആ സമയം കൊണ്ട് നമുക്ക് ബീഫ് റെഡി ആയിട്ടുണ്ട്. ബീഫ് ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തു. പിന്നെ അതേ ബീഫ് വേവിച്ച വെള്ളത്തിലേക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ്, മഞ്ഞൾപ്പൊടിയും കുറച്ചുകൂടെ ഉപ്പും കൂടെ ചേർത്ത് വേവിച്ചെടുത്തു. മീൻവയൽ നമ്മളിവിടെ സവാളയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല, പെരുംജീരകത്തിൻ്റെ പൊടിയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ആ സവാള ഒന്നും കൂടെ നല്ല രീതിക്ക് വഴറ്റിയെടുക്കുവാണ്. ഏകദേശം ഈ ഒരു പരുവാകുമ്പോഴേക്കും നമ്മൾ ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത ബീഫും കൂടെ ചേർക്കും. ആ ബീഫും കൂടെ ചേർത്ത് അത്യാവശ്യം കുറച്ചൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഒന്ന് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം മാത്രം നമ്മൾ അതിനകത്ത് ഉരുളക്കിഴങ്ങ് ചേർക്കുക. ഉരുളക്കിഴങ്ങ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഉടച്ചെടുക്കുക. ബീഫ് കട്ട്ലറ്റിൻ്റെ കാര്യം പഠിപ്പിക്കേണ്ടെന്നറിയാം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പി ഒന്നും ഇടാത്തത്. പിന്നെ അതിനകത്ത് കുറച്ച് മല്ലിയെല്ലാം കൂടെ ചേർത്ത് ഇളക്കി മാറ്റി വെക്കുക. ഇത് ഞാൻ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് എടുത്ത് പിടിച്ച് കട്ട്ലറ്റ് ഷേപ്പ് ചെയ്ത് പിന്നെ ഞാൻ എഗ് വൈറ്റ് മാത്രമല്ല ഫുൾ എഗ്ഗാണ് എടുക്കുന്നത്. 2 എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ച് അത് അതിനകത്ത് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ മുക്കി അതെല്ലാം ഞാൻ കോട്ട് ചെയ്തെടുത്തു. ഞാനിവിടെ ഡബിൾ കോട്ടാണ് ചെയ്തത്. ഡബിളായിട്ട് ഞാൻ കാണിച്ചതേ പക്ഷേ ഡബിൾ കോട്ട് ചെയ്ത് എനിക്ക് അതാണ് കുറച്ചുകൂടി ഇഷ്ടം. നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം. അപ്പോൾ അതും പ്രിപ്പയർ ചെയ്ത് ഞാൻ എടുത്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നാളെ ക്രിസ്മസ് നമുക്ക് വറക്കാം. അടുത്തത് ബീഫ് സ്റ്റൂ ആണ്. അപ്പോൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക് പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് ഒരു സവാളയും കൂടെ ചേർത്ത് ഞാൻ നന്നായിട്ട് വേവിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഞെരടി ഒന്ന് കൊടുത്ത് നല്ലപോലെ വേവിച്ചെടുത്തു. അതിൻ്റെ ഇടയ്ക്ക് അക്ക എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നതാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അടിക്കാനായിട്ട് പോവുകയാണ്. ആ സമയം കൊണ്ട് നമുക്ക് ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ ഞാൻ അതേ ബീഫിൻ്റെ വെള്ളത്തിലേക്ക് ഇട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോഴേക്കും വെളിച്ചെണ്ണ ചൂടായി പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ടിട്ട് ഒരു സവാളയും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റി വരുമ്പോഴേക്കും കുറച്ചുകൂടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയിട്ട് അതും ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് ഒരുപാട് മൂത്തങ്ങനെ കളറ് മാറുമൊന്നും വേണ്ട. അതിനകത്തേക്ക് ഞാൻ 2-3 പച്ചമുളകും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു എരിവിന് വേണ്ടിയിട്ട്. പിന്നെ ആ വേവിച്ച് വെച്ചേക്കണ ബീഫ് ഇട്ട് ഇതൊന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കുക. വറ്റി വരുമ്പോഴേക്കും ആ വേവിച്ച് വെച്ച പച്ചക്കറികളും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഒരുപാട് ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് നിർത്താം. ഞങ്ങൾക്ക് കുറച്ചധികം ചാറ് വേണം. ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ട്, അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് നിർത്തി. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ ഈ കോക്കനട്ട് മിൽക്ക് ഒഴിക്കുകയാണ്. ഈ കോക്കനട്ട് മിൽക്കാണ് എനിക്കിഷ്ടം അരോയുടെ. അത് ഒഴിച്ച് കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം താളിക്കാൻ പോവുകയാണ്. നമ്മൾ നെയ്യിലാണ് താളിക്കണം. ഇതുവരെ ഞാനകത്ത് നെയ്യ് ചേർത്തിട്ടുള്ള നെയ്യിൽ നല്ലപോലെ ഉള്ളിയിട്ട് പിന്നെ കാഷ്യൂനട്ടും റേസൻസും കൂടെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. നല്ല ചുവക്കെ മൂപ്പിക്കുക എന്ന് പറയും. അതുപോലെ മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൂവിലേക്ക് ഒഴിക്കണം. ഈ ഒരു സാധനം സ്റ്റൂവിൻ്റെ ടേസ്റ്റ് തന്നെ മാറ്റും കേട്ടോ. അടിപൊളിയാണ്. ഇതാരും സ്കിപ്പ് ചെയ്തത്. അങ്ങനെ അതിട്ട് ഞാൻ സ്റ്റൂ റെഡിയായി. സ്റ്റൂ മാറ്റി വെച്ച് ഇതൊക്കെ തലേ ദിവസം ആയിട്ടുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ. രാവിലെ ഞാൻ അപ്പത്തിൻ്റെ പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരി നന്നായിട്ട് കുതിർത്തി ചോറ്, ഉള്ളി, ജീരകം, പഞ്ചസാര, ഉപ്പ്, ഈസ്റ്റും കൂടെ ചേർത്ത് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ, ഒരു ക്യാൻ തേങ്ങാപ്പാലാണ് ഞാൻ മേടിച്ചത്. ആ ഫുള്ള് ക്യാൻ ഞാൻ ഒഴിച്ചോ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് അടുപ്പിൻ്റെ സൈഡിലൊക്കെ മാറ്റി വെച്ച് കൈ ക്ലീനൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്തു. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാൻ ചെയ്തത്. പിന്നെ ആഷ ഉണ്ടാക്കിയ മീൻ കറിയാണ്. മീൻ കറി നന്നായിട്ട് പറ്റിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ബീഫ് കറി ഉണ്ടാക്കാനുള്ള ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അക്ക എനിക്ക് ചിക്കൻ കട്ട് ചെയ്ത് തന്നു. അത് ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ട്. പിന്നെ അത് അപ്പം നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. സ്റ്റൂവും റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ 24 അവേഴ്സ് വൈനും സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പിള്ളേർ കുക്കീസ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഒരാൾ ചോക്ലേറ്റും ഒരാൾ ബട്ടർ കുക്കീസാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്നത്തെ കലാപരിപാടികളൊക്കെ തീർന്നു. ഇനി നാളെ കാണാം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ബൈ.